നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. പ്രവീജാസ് വായനലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവീൻ എസ് എഴുതിയ ലച്ചി എന്ന കഥയാണ് വായനാലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവീൻ എസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നവീൻ എസ് കോഴിക്കോട് ജില്ലയിലെ തിരുവഞ്ചൂർ സ്വദേശിയും നിലവിൽ യശ്വന്ത്പൂരിൽ താമസിക്കുന്ന സാഹിത്യപ്രവർത്തകനുമാണ്. കഥയുടെയും കവിതയുടെയും ലോകത്ത് തൻ്റേതായ അവതരണ ശൈലിയിലൂടെ ശ്രദ്ധേയനായ നവീൻ എസ് സമകാലിക ജീവിതാനുഭവങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും ആഴത്തിൽ ആവിഷ്കരിക്കുന്ന രചനകളിലൂടെ വായനക്കാരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അയൺ മാൻ, ഒരു വായനക്കാരനെഴുതിയ കഥകൾ, ഗോഡ്സ് ഓൺ കൺട്രി എന്നീ കഥാസമാഹാരങ്ങളും ഗുൽമോഹർ തണലിൽ എന്ന കവിതാ സമാഹാരവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയ കൃതികളാണ്. ലളിതമായ ഭാഷയും ജീവിതസ്പർശമുള്ള അവതരണവുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. ബാംഗ്ലൂരിൽ സാഹിത്യരംഗത്ത് സജീവ സാന്നിധ്യമായി തുടരുന്ന അദ്ദേഹം പുതിയ സൃഷ്ടികളിലൂടെ വായനലോകവുമായി സ്ഥിരം സംവദിച്ചുകൊണ്ടിരിക്കുന്നു. നവീൻ എസ് എഴുതിയ ഒരു വായനക്കാരൻ എഴുതിയ കഥകൾ എന്ന പുസ്തകം ഇതാണ്. ഇത് വായിക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ കിട്ടുന്നതാണ്, വാങ്ങി വായിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പുസ്തകം ഇതാണ്. ഇതും ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ് ഈ രണ്ട് പുസ്തകങ്ങളും. ഇത് താല്പര്യമുള്ളവർ വാങ്ങി വായിക്കൂ. ഇനി നവീൻ എസിനെ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. നവീൻ എസ് പറയുന്നത് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് നവീൻ. ഇത്തവണ പ്രവീജാസ് വായനലോകത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ലച്ചി എന്ന പേരിൽ ഞാൻ എഴുതിയൊരു ചെറുകഥയാണ്. 2025 ഡിസംബറിൽ മാധ്യമ വാരിക പ്രസിദ്ധീകരിച്ച കഥയാണത്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കഥ കൂടെയാണ്. എൻ്റെ കഥ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. നേരത്തെയും വായനലോകത്തിലൂടെ എൻ്റെ ചില ചെറുകഥകൾ പ്രവീജ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം നേരുന്നു. തീർച്ചയായും കഥ കേട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രവീജാസ് വായനലോകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നവീൻ എസ് എഴുതിയ കഥ ലച്ചി. പരമാവധി വൈകി എണീറ്റ് പ്രാതലും ഉച്ചഭക്ഷണവും ഒന്നിച്ചാക്കി TV കാണലും വായനയും ഉറക്കവുമൊക്കെയായി ഫ്ലാറ്റിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാറാണ് വാരാന്ത്യങ്ങളിലെ ഞങ്ങളുടെ പതിവ്. ട്രിപ്പിനും ട്രക്കിങ്ങിനും പാർട്ടികൾക്കുമൊക്കെ വിളിച്ച് സുഹൃത്തുക്കൾക്ക് മടുത്തു കഴിഞ്ഞിരുന്നു. പുറത്തുള്ള കറക്കം പോട്ടെ, അപ്പാർട്ട്മെൻറ്റ് കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള വിശാലമായ പുൽത്തകിടിയോ ഇൻഡോർ കളിസ്ഥലങ്ങളോ സ്വിമ്മിംഗ് പൂളോ ഒന്നും തന്നെ ഫ്ലാറ്റിനുള്ളിലെ ഇളം തണുപ്പിനേക്കാൾ ആകർഷകമായി ഞങ്ങൾക്ക് തോന്നാറില്ലെന്നതാണ് സത്യം. അക്കാര്യത്തിൽ മാത്രമാണ് എനിക്കും എൻ്റെ ലിവിംഗ് പാർട്ട്ണർ ഷാനുവിനും ഏകാഭിപ്രായമുള്ളത്. എന്നാൽ പതിവുകളൊക്കെ തെറ്റിച്ച ഭ്രാന്തമായി തിരക്ക് പിടിച്ചൊരു വാരാന്ത്യമായിരുന്നു അത്. മാറി മാറി നിന്ന വാടകയിടങ്ങളിൽ നിന്നും സ്വന്തം ഫ്ലാറ്റിലേക്ക് താമസം മാറിയിട്ട് മാസം 2 ആയെങ്കിലും അത്യാവശ്യം ഫർണിച്ചറുകൾ വാങ്ങിയിട്ടതൊഴിച്ചാൽ ബാക്കിയിടമെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സാധനങ്ങൾ പോയി വാങ്ങാൻ സമയം കിട്ടാതിരുന്നത് മാത്രമായിരുന്നില്ല കാരണം. സ്വന്തം വാസസ്ഥലമെന്ന ജീവിതാഭിലാഷം സാക്ഷാത്കരിക്കാൻ ബാങ്ക് ലോൺ എന്ന ആജീവനാന്ത ബാധ്യത തലയിലേറ്റണോ അതോ മാസവാടക നൽകി 2-3 വർഷം കൂടുമ്പോൾ കൂടുവിട്ട് കൂടുമാറുന്ന പരിപാടി തുടരണോ എന്ന സാർവദേശീയ പ്രശ്നത്തിന് ഞങ്ങൾക്കൊടുവിൽ ഉത്തരമായത് ഈ 2 മുറി ഫ്ലാറ്റാണ്. സ്വന്തമായി ഒരാസ്തി എന്നതിനേക്കാൾ കോവിഡിന് ശേഷം നഗരത്തിൽ കുത്തനെ ഉയരുന്ന വാടകയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഷാനുവിൻ്റെ ഭാഷയിൽ ഞങ്ങളിപ്പോഴും വാടകക്കാരാണ്. ഞങ്ങളല്ല, വിലയുടെ 90% മുടക്കിയ സ്റ്റേറ്റ് ബാങ്കാണ് ശരിക്കും ഈ ഫ്ലാറ്റിൻ്റെ ഉടമകൾ. വാടക മാസത്തവണ എന്ന പേരിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അവർ കൃത്യമായി വലിക്കുന്നുമുണ്ട്. പുതിയ വീട് വാങ്ങിച്ചതിന് അഭിനന്ദിക്കുന്നവർക്കും അതിൻ്റെ വകയിൽ ചിലവ് ചോദിക്കുന്നവർക്കും പകുതി കാര്യമായും പകുതി തമാശയായും അവൻ നൽകുന്ന സ്ഥിരം മറുപടി ഇതാണ്: ബാങ്ക് ബാലൻസ് മുഴുവൻ അടിച്ച് തുടച്ചെടുത്തിട്ടാണ് ഫ്ലാറ്റിൻ്റെ വിലയിൽ ബാങ്ക് ലോൺ കഴിഞ്ഞുള്ള ബാക്കി തുക ഒപ്പിച്ചത്. രസമെന്താണെന്ന് വെച്ചാൽ ബാക്കി ഫർണിച്ചറുകളും മറ്റു ഉപകരണങ്ങളും വാങ്ങാൻ വൈകുന്നതിനുള്ള യഥാർത്ഥ കാരണം കയ്യിൽ കാശില്ലാത്തതാണെന്ന് ഞങ്ങൾ പരസ്പരം തുറന്ന് സമ്മതിച്ചിരുന്നില്ല.
പകരം ജോലിത്തിരക്ക് കാരണമാക്കി സാധനങ്ങൾ വാങ്ങാനിറങ്ങുന്നത് ഞങ്ങൾ വൈകിപ്പിച്ചു. ഒടുവിൽ ഈ വർഷത്തെ ബോണസ് തുക അക്കൗണ്ടിൽ കയറിയപ്പോൾ രണ്ടാളും നേരെ വെച്ചു പിടിച്ചു. 2 ദിവസം കൊണ്ട് നഗരത്തിലെ ഷോപ്പുകൾ ഒരുപാട് കയറിയിറങ്ങേണ്ടി വന്നെങ്കിലും അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളും ബാക്കി ഫർണിച്ചറുകളും ഒപ്പിക്കാനായി. ഒടുക്കം എല്ലാം കഴിഞ്ഞ് വീടെത്തി ഒന്ന് മേൽ കഴുകാൻ പോലും നിൽക്കാതെ കട്ടിലിലേക്ക് വീണപ്പോഴാണ് എൻ്റെ നശിച്ച ഫോൺ റിങ് ചെയ്തത്. റോഷ്നിയല്ലേ? അപ്പുറത്ത് പരുക്കൻ സ്ത്രീ ശബ്ദം. ഉറക്കച്ചടവോടെ ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ അവർ തുടർന്നു. ഇത് ആര്യാവർത്തം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസെന്ന് കേട്ടപ്പോൾ ചാടി എണീറ്റു പോയെങ്കിലും അവർ പറഞ്ഞ സ്ഥലപ്പേരെനിക്കങ്ങ് മനസ്സിലായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞെന്നോണം അവർ തുടർന്നു. പഴയ ആസാദാബാദില്ലേ? ആ, അത് തന്നെ. പേര് മാറിയതൊന്നും അറിഞ്ഞില്ലേ? സ്വരം അല്പം കൂടി പരുക്കനായതുപോലെ. ഞങ്ങൾ താമസിക്കുന്ന നഗരഭാഗത്തിൻ്റെ പേരുമാറ്റത്തെക്കുറിച്ച് എവിടെയോ കണ്ടതോർത്തു. പക്ഷേ ഇക്കാലത്ത് സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ പേരുമാറ്റങ്ങൾ രാജ്യത്ത് സ്ഥിരമായതിനാൽ ഓർമ്മയിൽ തങ്ങിയിരുന്നില്ലെന്നതാണ് നേര്. നിങ്ങൾക്കൊരു ലക്ഷ്മിപ്രഭയെ പരിചയമുണ്ടോ? ചോദ്യം കേട്ട് ഞാൻ പരിചയത്തിലുള്ള ലക്ഷ്മികൾക്കായി പരതി. നിങ്ങളുടെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഓ, ലച്ചി. പറഞ്ഞത് അല്പം ഉറക്കെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി ലച്ചിയുടെ പേര് കേട്ടപ്പോഴുണ്ടായ അമിതാവേശത്തെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തു. അവളെ എനിക്കറിയാം മാഡം. ശരി, എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തണം. എനിക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനാകും മുമ്പേ അവർ ഫോൺ വെച്ച് കളഞ്ഞു. ആ പരുക്കൻ ശബ്ദം ഓർത്തപ്പോൾ തിരിച്ചു വിളിക്കാനുള്ള ധൈര്യം വന്നതുമില്ല. നിന്റെ ഉറക്കം കളയുന്ന പരിപാടി അവൾ ഇനിയും നിർത്തിയില്ലേ? പുതപ്പിനുള്ളിൽ നിന്നും ഷാനു തലനീട്ടി. ലച്ചിയെ പറ്റിയാണ് അവൻ്റെ കുസൃതി ചോദ്യം. പക്ഷേ വിവർണമായ എൻ്റെ മുഖം കണ്ട് കാര്യം പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം അവൻ വേഗം എണീറ്റു വന്നു. വിവരം പറഞ്ഞപ്പോൾ അവനും കൂടെ വരാമെന്ന് നിർബന്ധം പിടിച്ചെങ്കിലും വേണ്ടെന്ന് പറയാനാണ് എനിക്കപ്പോൾ തോന്നിയത്. കാർ അപ്പാർട്ട്മെൻറ്റ് ഗേറ്റിന് പുറത്തേക്കെടുക്കുമ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു. ഷാനുവിനെ ലച്ചിയെ നേരിട്ടറിയില്ല. ഞാൻ പറഞ്ഞുള്ള അറിവാണ്. ജോലി ലഭിച്ച് ഈ നഗരത്തിലേക്കെത്തിയപ്പോൾ ഞാൻ ആദ്യം നിന്നത് കർത്താവിൻ്റെ മണവാട്ടികൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു. പക്ഷേ അവിടുത്തെ ചിട്ടയും ചട്ടങ്ങളും ഭക്ഷണവുമെല്ലാം മടുത്തത് കാരണം 1 മാസത്തിനകം തന്നെ ഓഫീസിലുള്ള മറ്റ് 2 പേരുമായി ചേർന്ന് ഒരു 3 മുറി ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു. നഗരഹൃദയത്തിൽ തന്നെയുള്ള സനാതൻ സ്ഥാൻ എന്ന ആ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം നഗരത്തിൽ ആദ്യമുയർന്ന വലിയ കെട്ടിടങ്ങളിലൊന്നായിരുന്നുവെങ്കിലും നന്നായി പരിപാലിച്ചതിനാലാവണം അത്രയധികം പഴക്കം തോന്നിച്ചിരുന്നില്ല. വാടക വളരെ കൂടുതലായിരുന്നുവെങ്കിലും ഓഫീസിലേക്കുള്ള ദൂരക്കുറവായിരുന്നു അവിടം തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. സനാതൻ സ്ഥാനിലെ വീട്ടുജോലിക്കാരിയായിരുന്ന കോമളാക്കയുടെ മകളായിരുന്നു ലച്ചി എന്ന് വിളിപ്പേരുള്ള ലക്ഷ്മിപ്രഭ. തീരെ മെല്ലിച്ച ഒരു പെണ്ണായിരുന്നു അവൾ. എണ്ണക്കറുപ്പാർന്ന മുഖത്ത് കത്തി നിൽക്കുന്ന അവളുടെ വലിയ കണ്ണുകളാണ് ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ ആകർഷിച്ചത്. പ്രായം കൗമാരത്തിൻ്റെ പടിവാതിൽക്കലെത്തിയെന്ന് ശരീരവും മനസ്സും വകവെച്ച് കൊടുക്കാത്തതുപോലെയായിരുന്നു അവളുടെ പ്രകൃതം. ഞങ്ങളുടേതടക്കം അമ്മ ജോലിക്ക് പോകുന്ന ഫ്ലാറ്റുകളിൽ മാത്രമല്ല, ആ അപ്പാർട്ട്മെൻ്റ് ആകെ അവൾ പാറിപ്പറന്ന് നടന്നു. അക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തെറിച്ചി പെണ്ണ്. ആ കെട്ടിടമാകെ ലച്ചിയുടെ ചിരിയുടെയും കുപ്പിവളകളുടെയും കൊലുസിൻ്റെയും കിലുക്കം നിറഞ്ഞു നിന്നിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അക്കാലത്ത് ഞങ്ങളുടെ ഫ്ലാറ്റായിരുന്നു അവളുടെ ഇഷ്ടതാവളം. അവൾ എങ്ങനെ എപ്പോൾ കയറി വരുന്നെന്നോ ഇറങ്ങിപ്പോകുന്നെന്നോ ഞങ്ങൾ അറിയാറില്ല. ഒരു കാറ്റ് കയറി ഇറങ്ങി പോകും പോലെ എന്നാണ് എൻ്റെ കൂട്ടുകാരികൾ തമാശയായി പറയാറുള്ളത്. മുറിയിൽ വന്നാലും അനുവാദം ചോദിക്കാതെ ഒരു വസ്തുവിലും അവൾ തൊടാറില്ല. പകരം സ്ഥാനം തെറ്റിക്കിടക്കുന്നത് വല്ലതും പറയാതെ തന്നെ അടുക്കി വയ്ക്കുകയും ചെയ്യും. കലപില കൂട്ടുമെന്നതൊഴിച്ചാൽ അവളുടെ വരവിനോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആഴ്ചയറുതികളിൽ
പിശുക്കില്ലാതെ ഉറക്കം വലിച്ചു നീട്ടാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ നിർദ്ദയം റദ്ദു ചെയ്തുകൊണ്ട് 7 മണിക്ക് തന്നെ വന്ന് ബെല്ലടിക്കുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു അവളോട് ഞങ്ങൾ ദേഷ്യപ്പെടാറുള്ളത്. ഞങ്ങളും അക്കയുമെല്ലാം എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവൾ അത് ചെയ്തുകൊണ്ടേയിരുന്നു. ആഴ്ചയിലാകെ 2 ദിവസം മാത്രമാണ് അവൾക്ക് ഞങ്ങളെ മുഴുവൻ നേരവും കിട്ടുന്നുള്ളൂവെന്നതായിരുന്നു ആ അനുസരണക്കേട് തുടരുന്നതിനുള്ള അവളുടെ ന്യായീകരണം. ഞങ്ങൾ മൂവരോടും വലിയ കൂട്ടാണെങ്കിലും ലച്ചിക്ക് എന്നോട് പ്രത്യേക സ്നേഹമാണെന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ കേരളത്തിൽ നിന്നാണെന്നറിഞ്ഞ ശേഷമാണത്. അവളുടെ അച്ഛൻ ഏതോ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി വർഷങ്ങളായി കേരളത്തിലായിരുന്നു പണിയെടുത്തിരുന്നതത്രേ. ഒരിക്കൽ പോലും പോയിട്ടില്ലെങ്കിലും കേരളം എന്നാൽ അവൾക്ക് മാസത്തിലൊരിക്കൽ അച്ഛൻ കൊണ്ടു കൊടുക്കാറുള്ള കായ ചിപ്സും അച്ഛനിൽ നിന്നും കേട്ടറിഞ്ഞ പച്ചപ്പാർന്ന മലകളും കടലും പുഴകളും ആനകളും മഴയുമെല്ലാമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്താണ് റോഡ് പണിക്കിടെ മണ്ണിടിഞ്ഞ് വീണ് ലച്ചിയുടെ അച്ഛനെ കാണാതാവുന്നത്. ഓണത്തിന് നാട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന കായ ചിപ്സ് വാങ്ങാതെ ലച്ചി കണ്ണു നിറയ്ക്കുന്നത് കണ്ട് അങ്കലാപ്പിലായ എന്നോട് കോമളാക്കയാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് കേട്ടതോടെ എനിക്ക് അവളോട് കൂടുതൽ സ്നേഹം തോന്നി. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ചില മലയാളം വാക്കുകൾ അവൾ എന്നോട് പ്രയോഗിക്കാറുണ്ടായിരുന്നു. പുതിയവ എന്നോട് ചോദിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മലയാളത്തിലൂടെ അവൾ തൻ്റെ അച്ഛനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നി. വലുതാകുമ്പോൾ അമ്മയെയും കൂട്ടി കേരളത്തിൽ അച്ഛനുണ്ടായിരുന്ന ഇടങ്ങളിൽ പോകുമെന്ന് അവൾ എന്നോട് അടക്കം പറയുമായിരുന്നു. അപ്പോൾ ആ വലിയ കണ്ണുകൾക്ക് തിളക്കമേറുന്നത് ഞാൻ കണ്ടു. ആ വർഷത്തെ അപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കാലങ്ങളായി തുടരുന്ന ഭാരവാഹികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ പാനൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഹിന്ദുമതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ട്രസ്റ്റ് പണിത അപ്പാർട്ട്മെൻ്റ് ആയിരുന്നതിനാൽ ഉടമകളെല്ലാം അതേ സമുദായക്കാരായിരുന്നു. എന്നാൽ വാടകക്കാരിൽ സകല ജാതി മതസ്ഥരുമുണ്ടായിരുന്നു. പുതിയ അസോസിയേഷൻ ചുമതലയേറ്റപ്പോൾ ആദ്യം കത്തിവെച്ചതും അതിലാണ്. ട്രസ്റ്റ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായക്കാരോ അല്ലെങ്കിൽ ജാതിക്കോൽ പ്രകാരം തുല്യ നിലയിലുള്ളവരോ വാടകക്കാരായി മതിയെന്നതായിരുന്നു പ്രഥമ യോഗത്തിലെ പ്രധാന തീരുമാനം. വാടകക്കാരിൽ ചിലർ എതിർപ്പുയർത്തിയെങ്കിലും കാര്യമൊന്നുമുണ്ടായില്ല. ഉടമകൾക്കൊപ്പം വാടകക്കാരിലെ ഉന്നത കുലജാതരും ഈ പരിഷ്കാരത്തിന് കൈയടിച്ചതോടെ ഭൂരിഭാഗം ഇതര മതസ്ഥരും താഴ്ന്ന ജാതിക്കാരും ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായി. ഒഴിയാൻ തയ്യാറാവാത്തവരെ അധികാരവും ബലവും ഉപയോഗിച്ച് അവർ തുരത്തി. ഉത്തരേന്ത്യക്കാരായ എൻ്റെ ഫ്ലാറ്റ്മേറ്റ്സിൻ്റെ ജാതിവാലുകളുടെ ബലത്തിൽ തൽക്കാലം ഞങ്ങൾക്കവിടെ തുടരാൻ സാധിച്ചു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്നുള്ള അസോസിയേഷൻ യോഗങ്ങളിൽ കോമ്പൗണ്ടിനകത്തെ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് തുടക്കത്തിൽ ഭാഗികമായും പിന്നെ പൂർണ്ണമായും അപ്പാർട്ട്മെൻറ്റിനകത്ത് മദ്യമാംസ നിരോധനം നടപ്പിലാക്കി. പുറകെ സദാചാര ലംഘന സാധ്യത മുൻനിർത്തി ബാച്ചിലേഴ്സിനെ വാടകയ്ക്ക് ഫ്ലാറ്റ് നൽകരുതെന്ന ഉത്തരവ് കൂടി വന്നതോടെ എനിക്കും സുഹൃത്തുക്കൾക്കും അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം ഇടയ്ക്കൊക്കെ ഓർത്തിരുന്നെങ്കിലും പിന്നീട് എനിക്ക് ലച്ചിയെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. കാലക്രമേണ ഞാൻ അവളെ മറക്കുകയും ചെയ്തു. 8 വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് വീണ്ടും അവളെപ്പറ്റി കേൾക്കുന്നത്. എൻ്റെ ഓർമ്മപ്പെയ്ത്തിനൊപ്പം പുറത്തെ മഴയും പെയ്തു തോർന്നിരുന്നു. തിരക്കൊഴിഞ്ഞ നിരത്തിലൂടെ കാർ വേഗതയിൽ പാഞ്ഞു. കാർ റോഡരികിൽ ഒതുക്കിയിട്ട് ഗേറ്റ് കടന്ന് ഞാൻ അകത്തേക്ക് കയറി. കെട്ടിടത്തിന് മുൻവശത്ത് കത്തി നിൽക്കുന്ന ബോർഡിൽ ആര്യാവർത്തം എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗം വേറിട്ട് കാണുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യമായി കയറുന്നതിൻ്റെ പരിഭ്രമം കലശലായതോടെ ഒപ്പം വരാമെന്ന ഷാനുവിൻ്റെ ഓഫർ നിരാകരിച്ചതിൽ ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. ഞാൻ അവിടെ നിന്ന് പരുങ്ങുന്നത് കണ്ടിട്ടാവണം പാറാവിലുണ്ടായിരുന്ന പോലീസുകാരൻ ഇറങ്ങി വന്നത്. കാര്യം പറഞ്ഞപ്പോൾ അയാൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മേശക്കരികിലിരുത്തി. റോഷ്നിയല്ലേ? ഷാനുവിന് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് നിർത്തി ഞാൻ തല ഉയർത്തി നോക്കി. ഫോണിൽ കേട്ടതിനേക്കാൾ പരുക്കനാണ് ശബ്ദം. അത്രയും ചെറിയ ശരീരത്തിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് തോന്നുകയേയില്ല. യൂണിഫോമിലല്ലാതെ അവരെ കണ്ടാൽ ഒരു പോലീസുകാരി എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാകുമെന്ന് എനിക്ക് തോന്നി.
എൻ്റെ മറുപടിക്ക് കാക്കാതെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ഞാൻ ധൃതിയിൽ പുറകെ ചെന്നു. പുറത്തുനിന്നും കാണുന്നത് പോലെയല്ല, ആ സ്റ്റേഷന് നല്ല വലിപ്പമുണ്ട്. ഒരു വശത്ത് നിരയായി ജയിലറകളുള്ള ഇരുണ്ട ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തല നേരെ തന്നെ പിടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അടച്ചിട്ട ചില മുറികൾ കൂടി കടന്ന് പാതി ചാരിയിട്ട ഒരു വാതിലിന് മുന്നിലവർ ചെന്നു നിന്നു. നിങ്ങളുടെ സുഹൃത്ത് ഈ മുറിയിലുണ്ട്. അവൾ എൻ്റെ സുഹൃത്തല്ലെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ലച്ചി എന്ന കുട്ടിയെ മാത്രമേ എനിക്കറിയുമായിരുന്നുള്ളൂ. ഇന്ന് അവളൊരു യുവതിയാണ്. ഇവിടെ എത്തിപ്പെടാൻ മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തതെന്ന് പോലും അറിയാതെ ചാടിപ്പുറപ്പെട്ടതിൽ എനിക്കപ്പോൾ കുറ്റബോധം തോന്നി. എൻ്റെ ചിന്തകൾ വായിച്ചിട്ടെന്നവണ്ണം പോലീസുകാരി ചോദിച്ചു, എന്തിനാണവളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തതെന്നറിയണ്ടേ? മറുപടിയൊന്നും പറയാനാകാതെ ഞാൻ അവരെ വെറുതെ നോക്കിയതേയുള്ളൂ. പതിഞ്ഞ ശബ്ദത്തിലാണവർ തുടർന്നത്. ഇന്നലെ മാത്രം പെറ്റിട്ട സ്വന്തം ചോര കുഞ്ഞിനെയാണവൾ വിൽക്കാൻ നോക്കിയത്. പോലീസുകാരി പല്ലുകൾക്കിടയിൽ ഞെരിച്ചമർത്തിയ തെറിവാക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ലച്ചിക്ക് 20 വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ അവളൊരമ്മയായല്ലോ എന്നത് മാത്രമാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. എന്തായാലും അവൾക്ക് നല്ല ഭാഗ്യമുണ്ട്. കുഞ്ഞിനെ വാങ്ങാൻ വന്നവരുടെ പിടിപാട് കാരണം കേസ് ഒതുങ്ങിപ്പോയി. വാങ്ങിയവരില്ലെങ്കിൽ പിന്നെ വിൽക്കുന്നവരുമില്ലല്ലോ. പക്ഷേ കുഞ്ഞിനെ ഇവൾക്കൊപ്പം വിടാൻ ഞങ്ങൾക്കാവില്ല. തക്കം കിട്ടിയാൽ ഇനിയും അവൾ വിൽക്കാൻ ശ്രമിച്ചാലോ? അതിനെ ഞങ്ങൾ സർക്കാർ വക ആശ്രയ കേന്ദ്രത്തിലാക്കിയിട്ടുണ്ട്. ലച്ചിയുടെ കുഞ്ഞിനെപ്പറ്റി അപ്പോൾ മാത്രമാണ് ഞാൻ ഓർത്തത്. ഇവളെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞിട്ടാണ് CI സാർ പോയത്. എന്നാലും ഈ അവസ്ഥയിൽ തനിച്ചു വിടാൻ തോന്നിയില്ല. കയ്യിലിരിപ്പ് പിശകാണെങ്കിലും ഇന്നലെ പെറ്റെണീറ്റതല്ലേയുള്ളൂ. പരുക്കൻ ശബ്ദത്തിലെ ആർദ്രത ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനും ഒന്ന് പെറ്റതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും മനസ്സിലാവും. ഒപ്പം വിടാൻ വേണ്ടി സ്വന്തക്കാരുടെ പേര് ചോദിച്ച് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒടുക്കം കിട്ടിയത് നിങ്ങളുടെ നമ്പറാണ്. എൻ്റെ നമ്പർ കയ്യിലുണ്ടായിട്ടും ഒരിക്കൽ പോലും ലച്ചി എന്നെ വിളിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അതോ അവഗണിച്ച് കളഞ്ഞ അനേകം അജ്ഞാത നമ്പറുകളിലൊന്ന് അവളുടേതായിരുന്നുവോ? പോലീസുകാരിക്കൊപ്പം ഞാനും മുറിയിലേക്ക് കയറി. തീരെ ചെറിയൊരു മുറിയായിരുന്നു അത്. പോലീസുകാർ വസ്ത്രം മാറാനൊക്കെ ഉപയോഗിക്കുന്നതാവണം. ചുവരിൽ ചില യൂണിഫോമുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ചുവരിനോട് ചേർത്തിട്ടിരിക്കുന്ന ഒരു ബെഞ്ചിൽ ലച്ചിയിരിക്കുന്നു. ഞങ്ങൾ മുറിയിലേക്ക് കയറിയപ്പോൾ അവളൊന്ന് തല ഉയർത്തി നോക്കി. വലിയ കണ്ണുകൾ. എൻ്റെ മുഖത്ത് വന്ന് തൊട്ടപ്പോൾ ആ പഴയ തിളക്കം ഞാൻ വീണ്ടും കണ്ടു. പക്ഷേ ഒരു നിമിഷത്തേക്ക് മാത്രം. അവളുടെ മുഖം വീണ്ടും കുനിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പോലെ ചേച്ചി എന്ന് വിളിച്ച് അവൾ ഓടി വരികയോ എന്നെ കെട്ടിപ്പിടിക്കുകയോ ഉണ്ടായില്ല. അവളുടെ തണുപ്പൻ പ്രതികരണം കണ്ട് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയല്ലേ അവളെന്ന് പോലീസുകാരി എൻ്റെ നേരെ സംശയിച്ചു നോക്കി. പക്ഷേ ഒരു നിമിഷത്തേക്കെങ്കിലും ആ കണ്ണുകളിൽ മിന്നിമാഞ്ഞ തിളക്കം മതിയായിരുന്നു എനിക്കതെൻ്റെ ലച്ചിയാണെന്നുറപ്പിക്കാൻ. പതിയെ അടുത്ത് ചെന്നിരുന്ന് ഞാൻ അവളുടെ മെല്ലിച്ച കൈയെടുത്ത് എൻ്റെ കൈക്കുള്ളിൽ വെച്ചു. അവളെതിർത്തില്ല. കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു, പരസ്പരം ഒന്നും ചോദിക്കാതെ പറയാതെ. പോലീസുകാരി തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അവർ കൊണ്ടുവന്ന കടലാസുകളിൽ പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്ത് ഞാൻ അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അവൾ എൻ്റെ പഴയ ലച്ചിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. കാരണം പണ്ട് ചെയ്യാറുള്ളതുപോലെ എൻ്റെ കൈകൾ അവൾ മുറുക്കെ ചുറ്റിപ്പിടിച്ചിരുന്നു. കാറിൽ കയറിയ ശേഷവും ഞാനൊന്നും ചോദിച്ചില്ല. എന്നാൽ എന്നോട് ഒരുപാട് പറയാനുള്ള തയ്യാറെടുപ്പിലാണ് അവളെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ചേച്ചി, നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് നന്നായി. നരകമായിരുന്നു പിന്നീടവിടെ. മുഖവുരയേതുമില്ലാതെ അവൾ പറഞ്ഞു തുടങ്ങി. ഫ്ലാറ്റുകളിലെ താമസക്കാരുടെ ജാതി ശുദ്ധീകരണം പൂർത്തിയായ ശേഷം അസോസിയേഷൻ ഭാരവാഹികൾ പിന്നെ ഉന്നം വെച്ചത് അപ്പാർട്ട്മെൻറ്റിലെ മെയിൻ്റനൻസ് സ്റ്റാഫിനെയും വീട്ടുജോലിക്കാരെയുമായിരുന്നു. കാലങ്ങളായി അടുത്തുള്ള ഹരിജൻ കോളനിക്കാരായിരുന്നു അപ്പാർട്ട്മെൻറ്റിൽ ജോലിക്കാരായി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കോളനിക്കാരെ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിനകത്ത് ജോലി ചെയ്യുന്നവരിൽ നിന്നും വിലക്കിക്കൊണ്ട് അസോസിയേഷൻ ഉത്തരവിറക്കി.
അവർ വേണ്ടത്ര വ്യക്തിഗത ശുചിത്വം പാലിക്കുന്നില്ലെന്നും തദ്വാര കുട്ടികളും വയോജനങ്ങളും അടങ്ങുന്ന താമസക്കാർക്കുണ്ടായേക്കാവുന്ന ആരോഗ്യപ്രശ്ന സാധ്യതകളും മുൻനിർത്തിയാണ് തീരുമാനമെടുത്തതെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അവർക്കു പകരം ഭാരവാഹികളിൽ തന്നെ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയിൽ നിന്നും ക്ലീനിങ്ങിനും അടുക്കളപ്പണിക്കും കുട്ടികളെ നോക്കാനുമൊക്കെയായി യൂണിഫോംധാരികളെ ഇറക്കുമതി ചെയ്തു. കോളനിക്കാർക്ക് വേണമെങ്കിൽ കോമ്പൗണ്ടിനകത്തെ പുറം പണികളിൽ തുടരാമെന്ന ഇളവ് നൽകിയതോടെ വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ ആ തീരുമാനവും നടപ്പിലായി. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദിവസവും 4-5 വീടുകളിൽ പണിയെടുത്തിരുന്നവർക്ക് പക്ഷേ പുറം പണികൾ മാത്രമായതോടെ വരുമാനം പകുതിയായി കുറഞ്ഞു. തുടർച്ചയായി വെയിലത്ത് പണിയെടുക്കേണ്ടി വന്നപ്പോൾ പ്രായമേറിയവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടായി. അതോടെ കോളനിക്കാരിൽ ഭൂരിഭാഗവും അടുത്തുള്ള തുണിമില്ലുകളിൽ തൊഴിലന്വേഷിച്ച് പോയെങ്കിലും ലച്ചിയുടെ അമ്മയടക്കം ചിലർ അപ്പാർട്ട്മെൻറ്റിലെ പുറംപണികളിൽ തുടർന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ലച്ചിയുടെ അമ്മയോട് 16-ാം നിലയിലെ ഒരു ഫ്ലാറ്റിലേക്ക് ക്ലീനിങ്ങിനായി ചെല്ലാൻ സൂപ്പർവൈസർ പറഞ്ഞത്. കാര്യങ്ങളെല്ലാം പഴയപടിയാകുമെന്ന പ്രതീക്ഷയിൽ വലിയ സന്തോഷത്തോടെയാണ് അവരന്ന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ബ്ലോക്കായ കക്കൂസ് മാലിന്യം കൈയിട്ട് കോരി മാറ്റാനാണ് തന്നെ വിളിപ്പിച്ചതെന്ന് അവരറിഞ്ഞത്. അത് ചെയ്യാൻ പറ്റില്ലെന്ന് അമ്മ തീർത്തു പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റിൻ്റെ സ്വന്തക്കാരൻ്റെ ഫ്ലാറ്റായിരുന്നതിനാൽ അയാൾ ഇടപെട്ടു. ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും വഴങ്ങാതായതോടെ മലങ്കോരലല്ലടി നിന്റെയൊക്കെ വർഗത്തിൻ്റെ കുലത്തൊഴിൽ, പിന്നെ അത് ചെയ്താലെന്താ എന്നും പറഞ്ഞ് അമ്മയ്ക്ക് നേരെ പ്രസിഡന്റ് പരസ്യമായി ജാത്യാധിക്ഷേപം ചൊരിഞ്ഞു. തിരിച്ചു പോകാനൊരുങ്ങിയ അമ്മയെ ലിഫ്റ്റ് ഉപയോഗിക്കാൻ അവരനുവദിച്ചില്ല. 16 നില നടന്നിറങ്ങി വന്നപ്പോഴേക്കും അമ്മയുടെ മനസ്സും ശരീരവും തളർന്നിരുന്നു. ശ്വാസം കിട്ടാതെ പിടയുന്ന അവരെയും കൊണ്ട് ലച്ചി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെങ്കിലും പാതി വഴിയായപ്പോഴേക്കും ഓട്ടോയിൽ കിടന്ന് അവർ തൻ്റെ അവസാന ശ്വാസമെടുത്ത് കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞെത്തിയ കോളനിക്കാരും അപ്പാർട്ട്മെൻറ്റിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ തൊഴിലാളി യൂണിയൻകാരും ഇടപെട്ട് അത് വലിയ പ്രശ്നമാക്കി. അമ്മയുടെ മൃതദേഹം അപ്പാർട്ട്മെൻറ്റ് ഗേറ്റിന് മുന്നിൽ വെച്ച് അവർ പ്രതിഷേധിച്ചു. ഒടുവിൽ കോളനിക്കാരുടെ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള സ്ഥലം MLA ഇടപെട്ട് നഷ്ടപരിഹാരമൊക്കെ വാങ്ങിക്കൊടുത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കി. ആ സംഭവത്തിന് ശേഷം ലച്ചി അവിടെ ജോലിക്ക് പോയില്ല. നഷ്ടപരിഹാര തുകയുപയോഗിച്ച് വീട്ടിൽ തന്നെ ഒരു ചെറിയ മെസ് തുടങ്ങി. റെയിൽവേ തൊഴിലാളികളും ഡ്രൈവർമാരുമൊക്കെ സ്ഥിരമായി വന്നു തുടങ്ങിയതോടെ കച്ചവടം ഭേദപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. റെയിൽവേ തൊഴിലാളികളുടെ നേതാവ് അനീഷുമായി ലച്ചി പരിചയത്തിലാവുന്നത് ആ ഇടയ്ക്കാണ്. അസോസിയേഷൻകാരുമായുണ്ടായ പ്രശ്നത്തിൽ യാതൊരു ഭീഷണിക്കും വഴങ്ങാതെ ഉറച്ചു നിന്ന് പൊരുതാൻ കോളനിക്കാർക്ക് ധൈര്യം പകർന്നത് അനീഷായിരുന്നു. അയാൾ മലയാളിയാണെന്നും മാതാപിതാക്കളുടെ മരണത്തോടെ നാട് വിട്ട് വന്നതാണ് എന്ന് അറിഞ്ഞതോടെ ലച്ചിക്ക് അയാളോട് കൂടുതൽ അടുപ്പം തോന്നി. പരിമിതമെങ്കിലും അവളുടെ മലയാള ഭാഷാ പരിചയം ഉപയോഗിച്ച് അനീഷിനെ കോളനിക്കാരുമായി കൂടുതൽ സംവദിക്കാൻ സാധിച്ചു. കൂലിത്തർക്കമടക്കം അവരുടെ ഏത് പ്രശ്നങ്ങളിലും അയാൾ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്തു. അയ്യങ്കാളിയെയും അംബേദ്കറിനെയും പറ്റി തനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ ഉദ്ബോധിപ്പിക്കാൻ അനീഷിന് സാധിച്ചു. പതുക്കെ കോളനിക്കാർ അയാളിൽ തങ്ങളുടെ നേതാവിനെ കണ്ടു തുടങ്ങി. ജോലി സമയം മനസ്സിലാക്കാനും കൂലി കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനും കോളനിക്കാർ പഠിച്ചു തുടങ്ങിയതോടെ അസോസിയേഷൻകാരുടെ മാത്രമല്ല ചുറ്റുമുള്ള പല തൊഴിലുടമകളുടെയും കണ്ണിലെ കരടായി അനീഷ് പെട്ടെന്ന് മാറി. ഏറെ വൈകാതെ തന്നെ ലച്ചിയും അനീഷും വിവാഹിതരുമായി. അങ്ങനെയിരിക്കെയാണ് അനീഷിൻ്റെ നേതൃത്വത്തിൽ കോളനിക്കാർ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഹരിജൻ കോളനി എന്നത് അംബേദ്കർ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത് സർക്കാർ ഉത്തരവായത്. അക്കൊല്ലത്തെ അംബേദ്കർ ജയന്തി വിപുലമായി ആഘോഷിക്കാനും നഗറിൻ്റെ വാതുക്കൽ ഒരു അംബേദ്കർ പ്രതിമ സ്ഥാപിക്കാനും അവർ തീരുമാനിച്ചു. അത് പക്ഷേ അസോസിയേഷൻ നേതാക്കൾക്ക് സഹിക്കാവുന്നതിനുമപ്പുറമായിരുന്നു. പ്രതിമ അപ്പാർട്ട്മെൻറ്റ് ഗേറ്റിന് മുന്നിലാണെന്നും വഴി തടസ്സപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അത് മുടക്കാൻ അസോസിയേഷനുകാർ കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ ഇലക്ഷൻ അടുത്ത സമയമായതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയക്കാരുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചില്ല. ഒടുക്കം ജയന്തിയുടെ തലേ രാത്രി അനാച്ഛാദനത്തിന് തയ്യാറായ പ്രതിമയിലേക്ക് അവരുടെ ആളുകൾ ഒരു ലോറി ഇടിച്ചു കയറ്റി. അനീഷിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി ചെന്ന കോളനിക്കാരെ നേരിട്ടത് അപ്പാർട്ട്മെൻറ്റിലെ
സായുധരായ സെക്യൂരിറ്റി ജീവനക്കാരാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്ന ലച്ചിയെപ്പോലും അവർ വെറുതെ വിട്ടില്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിഞ്ഞിരുന്നുവെങ്കിലും ഏറെ വൈകിയാണ് പോലീസ് എത്തിയത്. മഹാത്മാ അംബേദ്കറെയടക്കം അപമാനിക്കുകയും തങ്ങളെ ആക്രമിക്കുകയും നിരന്തരം മലങ്കോരികളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരോട് തക്കതായ രീതിയിൽ പ്രതികരിക്കണമെന്ന് കോളനിയിലെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ ആവശ്യപ്പെട്ടു. അനീഷും ചില മുതിർന്നവരും തടയാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അന്ന് രാത്രി തൻ്റെ തുണിമിലിൽ നിന്നും തിരികെ വരുമ്പോൾ അസോസിയേഷൻ പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞ് അവരയാളുടെ കാറിനെ സെപ്റ്റിക് ടാങ്ക് മാലിന്യത്തിൽ മുക്കിക്കളഞ്ഞു. രാത്രിയിൽ പ്രസവവേദന വന്ന് ആശുപത്രിയിലാക്കിയ ലച്ചിയുടെ അടുത്തു നിന്നാണ് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പ്രസിഡന്റിൻ്റെ പരാതിയിൽ വധശ്രമമടക്കം ചേർത്താണ് അയാൾക്കെതിരെ കേസെടുത്തത്. പ്രസവവേദനയുടെ കയം മുങ്ങിക്കയറി ബോധം തെളിഞ്ഞപ്പോൾ ലച്ചി കേൾക്കുന്നത് കസ്റ്റഡിയിൽ അതിക്രൂരമായ മർദ്ദനം അനീഷിനെ ഏൽക്കുന്നുണ്ടെന്നും അയാളെ ജീവനോടെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിന് ഏർപ്പാട് ചെയ്യണമെന്നുമായിരുന്നു. നിരോധിത സംഘടനകളുമായി ബന്ധപ്പെട്ട മറ്റേതൊക്കെയോ വലിയ കേസുകൾ കൂടി അയാളുടെ തലയിൽ വെച്ചുകെട്ടി സ്ഥിരമായി പൂട്ടാനാണ് പ്ലാനെന്നും പോലീസിലുള്ള ചിലർ വഴിയാണ് ലച്ചി അറിഞ്ഞത്. വക്കീൽ ഫീസും ജാമ്യത്തുകയുമെല്ലാം ചേർത്ത് 2 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അവളുടെയും കൂട്ടരുടെയും സമ്പാദ്യവും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിയതും ചേർത്തിട്ടും 50,000-ലധികത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം അവൾ നൊന്തു പ്രസവിച്ച ആൺകുഞ്ഞിന് പകരമായി അനീഷിനെ പുറത്തിറക്കാനുള്ള ബാക്കി തുക നൽകാമെന്ന ഏജന്റിൻ്റെ ഓഫർ അവൾക്ക് നിരസിക്കാനായില്ല. കാരണം അനീഷിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്ന അവളുടെ തീരുമാനം പാറ പോലെ ഉറച്ചതായിരുന്നു. ചേച്ചി, ലച്ചി പതുക്കെ വിളിച്ചു. കാർ റോഡരികിലായി നിർത്തിയിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം കേട്ട മരവിപ്പിലായിരുന്നു ഞാൻ അപ്പോഴും. വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നാണ് എൻ്റെ കൂട്ടുകാരടക്കം പറഞ്ഞത്. ശരിയായിരിക്കാം, പക്ഷേ മറ്റെന്തായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് അവരാരും പറയുന്നുമില്ല. അവൾ കരച്ചിലടക്കാൻ പാടുപെടുന്നത് മനസ്സിലായിട്ടും എനിക്കവളെ ആശ്വസിപ്പിക്കാനായില്ല. അയ്യങ്കാളിയുടെ കഥ അനീഷ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. വില്ലുവണ്ടിയിൽ നെഞ്ചുവിരിച്ചു വരുന്ന അദ്ദേഹത്തെ കാണുന്ന മേൽജാതിക്കാർക്ക് മുട്ടിടിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കെന്തൊരു ആവേശമാണെന്നോ. ഒരു ദിവസം അദ്ദേഹത്തെപ്പോലെ ഞങ്ങളും നിവർന്നു നിൽക്കുന്നത് സ്വപ്നം കാണാനുള്ള ധൈര്യം തന്നത് അനീഷായിരുന്നു. അത് കണ്ടുവേണം ഞങ്ങളുടെ മക്കൾ വളരാനെന്ന് അവൻ പറയുമായിരുന്നു. അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്കാവില്ലായിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, ഇനി വരുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി. അപ്പോൾ മറ്റൊന്നും ആലോചിക്കാൻ എനിക്കായില്ല ചേച്ചി. പക്ഷേ ഞാൻ ചെയ്തതറിഞ്ഞാൽ അവനെന്നെ വെറുക്കുമോ ചേച്ചി? അയ്യോ, എൻ്റെ കുഞ്ഞിനോട് എന്തൊരു ദ്രോഹമാണ് ഞാൻ ചെയ്തത്. അമ്മയുടെ കുഞ്ഞേ. പെട്ടെന്ന് കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് തലയിട്ടിടിച്ചുകൊണ്ട് ലച്ചി നിലവിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ അവളെ മുറുക്കെ ചേർത്ത് പിടിച്ചു. എനിക്കത് മാത്രമേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവളുടെ ശരിതെറ്റുകൾ വിധിക്കാൻ ഞാൻ അശക്തയായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന വില്ലുവണ്ടിയുടെ കിലുക്കത്തെ കീറി മുറിച്ചുകൊണ്ടൊരു സൈറൻ അടുത്തടുത്ത് വന്നു. ഞങ്ങളെ കടന്ന് ഒരു ആംബുലൻസ് അതിവേഗം പാഞ്ഞുപോയി. അതിനകത്തെ തണുപ്പിൽ ഒരു യുവാവ് മരവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി എസ് നവീൻ എഴുതിയ ലച്ചി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല കഥകൾ കേൾക്കാൻ പ്രവിജാസ് വായനലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.